പക്ഷെ I could have played it. Like I was very excited about playing it also. പക്ഷെ പിന്നെ വിഷ്ണു അഗസ്ത്യ ended up playing it. അതൊരു like it's a phenomenal performance. അതൊന്നും പറയാൻ I'm very excited and very happy for him. പിന്നെ അത് കഴിഞ്ഞ് പടക്കം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ ദൈവം ഇതിന്റെ ലോട്ടറി അടിച്ചല്ലോ കൊള്ളാം. അതെല്ലാം സ്പോട്ട് ഇംപ്രൂവ് ആണ്. എനിക്ക് തോന്നുന്നു അത് അവര് തന്നെ അപ്പൊ തന്നെ കണ്ടുപിടിച്ച ലൈൻസ് ഒക്കെയാണ്. ഇവന്റെ ദിവാലി കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വീട്ടിൽ പോയായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നിരഞ്ജുമായിട്ടുള്ള എക്സ്ചേഞ്ച് ഒന്നും നമ്മൾ റിഹേഴ്സ് ചെയ്യോ നമ്മൾ ഡിസ്കസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ലൈക്ക് ആ ഷോട്ടിന്റെ സോ ഐ കം ടു ദ സെറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ എത്തി. അപ്പൊ കൃഷാൻ എന്റെ അടുത്ത് ആദ്യം എന്ന് പറയുന്നത് ലൈക്ക് ഹീസ് വെരി ഓണസ്റ്റ് അബൌട്ട് എവറിത്തിങ്. സോ കൃഷാൻ എന്റെ അടുത്ത് ആദ്യം മാൻ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, പക്ഷെ ഒന്ന് ചെയ്തു നോക്കാം. ഇതൊക്കെ ആ സ്ക്രിപ്റ്റിൽ എഴുതിയ സാധനമാണ് എന്റെ തലയിലുള്ളത്. സോ ലെറ്റ്സ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മാൻ നോക്കാം. അപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആണ്. സോ ഇമീഡിയറ്റ്ലി യു ബിക്കം ദാറ്റ് കൊളാബറേറ്റർ. സോ ഇറ്റ് ബിക്കംസ് ടീം വർക്ക്. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പുരുഷപ്രേതം ചെയ്ത് അതിന്റെ പ്രൊമോഷൻ എങ്ങാണ്ടോ നടക്കുമ്പോൾ ഞാൻ ദേവുനെ പിക്ക് ചെയ്യാൻ എങ്ങാണ്ടോ പോയി. അങ്ങനെയാണ് ഞാൻ കൃഷാന്തിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ എന്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ സാധനം ഞാൻ ഷെയർ ചെയ്തിരുന്നപ്പോഴത്തേക്കും കൃഷാന്ത് അത് കണ്ടിട്ട് ഞാൻ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഫിലിം മേക്കർ ആരാന്നൊക്കെ ചോദിച്ചു. നമ്മൾ ജസ്റ്റ് സംസാരിച്ചു. ആൻഡ് മേ ബി ആൻ ഇയർ സോ ആഫ്റ്റർ ദാറ്റ് ആണ് ഈ പടക്ക ഉണ്ണിയിലോട്ട് കൃഷാന്ത് തന്നെ പ്ലേസ് ചെയ്യുന്നത്. ബൈ ബൈ ബൈപ്പാസിലെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ദർശനയും വർഷങ്ങളായിട്ട് ഫ്രണ്ട്സാണ്. ദർശന വാസ് ഡൂയിങ് തിയേറ്റർ ഇൻ മദ്രാസ്. പിന്നെ സ്ലോലി ഷീ ഗോട്ട് ഇൻ ടു ഫിലിംസ് ആൻഡ് ഷീസ് എ സിംഗർ ഓൾസോ. ആൻഡ് ദർശന പേർച്ചിന്റെയും അങ്ങനെ ഒരുപാട് നല്ല ഗ്രൂപ്പ്സിന്റെ കൂടെ തിയേറ്റർ ചെയ്യുന്നത് കാണുന്നുണ്ട്. പാരലലി എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ സിംഗർ. എനിക്ക് വിദ്വാൻ എന്ന് പറഞ്ഞൊരു ബാൻഡിലെ വോക്കലിസ്റ്റ് ആയിരുന്നു ഞാൻ. ഈ ഒന്ന് കമ്മട്ടി പാടത്തിൽ പറ പാടുമ്പോഴും പിന്നെ വിദ്വാൻ ഒന്ന് രണ്ട് പാട്ടൊക്കെ കേൾക്കുമ്പോഴൊക്കെ ദർശന എന്നെ മെസ്സേജ് ചെയ്യുന്ന ദിസ് ഇസ് റിയലി ഗുഡ് സ്റ്റഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ലൈക്ക് അവളുടെ സിനിമ ഇറങ്ങുമ്പോൾ ഞാനും ഇതേപോലെ കൊള്ളാം നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞൊരു നാടകം റോഷൻ ചെയ്തു. അപ്പൊ അത് ഞാൻ കാണാനൊക്കെ പോയി. അങ്ങനെ എന്നിട്ട് ഐ വെന്റ് ആൻഡ് മെറ്റ് ഹെർ ആൻഡ് ഓൾ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഐ തിങ്ക് ഈ വെരി നോർമൽ ഫാമിലി കാണാൻ പോകുമ്പോഴാണ് ദർശനമായിട്ട് ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. രാജുവേട്ടനും ഒരുപാട് നാടകം ചെയ്യാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പൊ റോഷനെയും ഒരുപാട് ലൈക്കിനോ സിനിമയുടെ കൂടെ തന്നെ നാടകം ചെയ്യാനും എല്ലാം രാജുവേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഈ ബൈ ബൈ ബൈപ്പാസിനെയും ഒരുപാട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലൈറ്റ് ഡിസൈനിലും എല്ലാം ഹി ഹാഡ് കം ടു അവർ സ്പേസ് വൺസ് ആൻഡ് പുള്ളി കുറച്ച് ഇൻപുട്സും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളത് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ പുള്ളി ഒരു ഭയങ്കര പില്ലർ ഓഫ് സപ്പോർട്ടാണ്. ആൻഡ് ഐ ഹാവ് ഓൾസോ ഹാഡ് ദ പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഹിം. ഞാൻ സ്റ്റീവ് ലോപ്പസിലും കമ്മട്ടി പാടത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് ഐ എം സോ ഹാപ്പി. ഇപ്പം പണ്ട് 10 വർഷം മുമ്പ് അഭിനയിക്കാനായിട്ട് ഇറങ്ങി. അപ്പൊ ഇപ്പൊ സിനിമയിലും നാടകത്തിലും ഞാൻ 2 നല്ല സാധനങ്ങൾ. ആൻഡ് പിന്നെ എന്നെന്ന് പറഞ്ഞ മൂവി മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ എനിക്ക് ഭയങ്കര എന്റെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആണ്. ആൻഡ് നാടക സംഘം ഇസ് ഓൾസോ സ്പെഷ്യൽ ഇൻ ദ സെൻസ് എന്നും നമ്മൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ശാന്തി നാടക സംഘത്തിലും ഉണ്ട്, ശാന്തി ബൈപ്പാസിലും ഉണ്ട്. സോ അപ്പൊ ശാന്തി ഞാനും ഇപ്പൊ 3 പ്രോജക്ട്സ്. സോ അപ്പൊ അതിലെല്ലാം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ us. എന്ന് വെച്ചാൽ നമ്മുടെ ജേർണിയിലെ മൈൽ സ്റ്റോൺസ് പോലത്തെ പ്രോജക്ട്സ് ആണ് ഇതൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഞാനും ശാന്തിയൊക്കെ ഒരുമിച്ച് വരുന്നു, ഞാനും ദർശനെ ഒരുമിച്ച് വന്നു. സോ ഇറ്റ്സ് ആൻഡ് ശാന്തി ഈസ് ഡൂയിങ് വെരി വെൽ വിത്ത് ലോക നൗ. ഇപ്പൊ വർക്കിംഗ് ഞാനും സൂരജൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഫ്രണ്ട്സ് ആണ്. സൂരജ് ഞാനും പണ്ട് ഇപ്പൊ വിദ്വാനും മസാല കോഫി ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഷോ ഒക്കെ ചെയ്തു. പിന്നെ സൂരജിനെ കൊച്ചിനെ തൊട്ടേ എനിക്കറിയാം. നമ്മൾ പണ്ട് ഏഷ്യാനെറ്റിൽ ഈ മകരിസ എന്ന് പറയുന്ന കുട്ടികളുടെ പാട്ട് പരിപാടിയിൽ സൂരജ് ഞാനൊക്കെ ഒരുമിച്ച് ഓഡിഷൻ ചെയ്യാൻ അന്ന് തൊട്ടേ സൂരജിനെ കണ്ട് എനിക്ക് ഭയങ്കര പരിചയമാണ്. സീരീസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇറ്റ് ഇസ് ലോഡഡ് വിത്ത് മ്യൂസിക്, ഒരുപാട് മ്യൂസിക്. ആൻഡ് ഇറ്റ് മേഡ് ഇറ്റ് ഇവൻ മോർ സ്പെഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ക്ലൈമാക്സിൽ എന്റെ ഷോട്ടിലാണ് ഈ റാപ്പ് വരുന്നത്. റെഡ് കളറിലുള്ള 2 കണ്ണുരുണ്ട കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഉണ്ടാക്കിയ പാട്ട് എന്റെ സീനിൽ തന്നെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര കുറെ മാജിക് ഉണ്ട്. ഐ എം വെരി പ്രൗഡ് ഓഫ് ദ മ്യൂസിക് ദാറ്റ് ദ ബോയ്സ് ഹാവ് ഡൺ. ഇപ്പൊ സൂരജ് ചെയ്ത ഭൂലോകം ഇരുളാണ് എന്ന് പറയുന്ന ട്രാക്ക് ഇറ്റ് ഇസ് മൈ അത് ഇപ്പൊ വേടന്റെ സമയം ഭൂലോകമാണ് ഈ ആൽബത്തിലെ എന്റെ ഫേവറേറ്റ് ട്രാക്ക്. അപ്പം ആൻഡ് ഓൾസോ ഫ്ലീറ്റിംഗ് ഷെൽട്ടേഴ്സ് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്തിരിക്കുന്ന ട്രാക്ക്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പിക്കു ആസ് ആൻ ആക്ടർ സജീവമായിട്ട് രംഗത്തുണ്ട്. ഈസ് എ സിംഗർ ഓൾസോ. ആ നിലയ്ക്കുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. കമ്മട്ടിപ്പാടത്തിലേക്ക് ഹാസ് ആക്ടഡ്. ലേറ്റ്ലി ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ബൈ ബൈ ബൈപ്പാസ് എന്നുള്ള പ്ലേ റോഷൻ മാത്യു സംവിധാനം ചെയ്ത ആ പ്ലേയിൽ ഇദ്ദേഹം സ്റ്റേജിൽ ഇല്ലാത്ത സമയത്തൊക്കെ മ്യൂസിക് കൺസോളിൽ മ്യൂസിക്കുമായിട്ട് വർക്ക് ചെയ്യാണ്. സോ ഇറ്റ്സ് ദ കൈൻഡ് ഓഫ് ഇന്ററാക്ടിവിറ്റി ആൻഡ് ദ കൈൻഡ് ഓഫ് എന്തൂസിയാസം ഹീസ് ഹോൾഡിംഗ്. ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ് സംഭവം വരുന്ന നാടക സംഘം കൃഷ്ണന്റെ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കുറച്ച് നാളത്തെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം ഉണ്ടാകും. സോ ഹി വാസ് കൈൻഡ് ഓഫ് റെസ്റ്റ്ലെസ്. സോ ഹി വാസ് ട്രൈങ് ടു ലേൺ ന്യൂ തിങ്സ് ലൈക്ക് ഡാൻസ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് പഠിക്കുക. കൃഷ്ണത്തിനും ആ ഒരു enthusiasm ഉള്ളൊരു കക്ഷിയാണ്. സീരീസ് കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ടു സേ ദാറ്റ് യു നോ ആൻ ആക്ടേഴ്സ് ജേർണി ഹൗ ദേ ആർ ഓൾ പുട്ടിംഗ് ഇൻ എനർജി. പ്ലീസ് വാച്ച് ദ എൻറ്റയർ വീഡിയോ സോ യു വിൽ കം അക്രോസ് ദീസ് ഇൻസ്പയറിംഗ് തിങ്സ്.